മേജർ രവി തന്റെ ആദ്യ സംവിധാന ചിത്രമായ കീർത്തിചക്ര നടൻ ബിജു മേനോനെ നായകനാക്കി ഒരുക്കാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്ന് വെളിപ്പെടുത്തി. ബിജു മേനോൻ കൊണ്ടുവന്ന നിർമ്മാതാക്കളിൽ നിന്ന് നേരിട്ട മോശം അനുഭവത്തെ തുടർന്നാണ് ഈ പദ്ധതി ഉപേക്ഷിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ മേജർ രവിയുടെ കീർത്തിചക്ര മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലായി മാറിയ ചിത്രമാണ്. മേജർ രവിയുടെ ആദ്യ സംവിധാന ചിത്രമായിരുന്നു ഇത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മേജർ മഹാദേവനെ അവതരിപ്പിച്ചത് മോഹൻലാലായിരുന്നു. മോഹൻലാലിന്റെ അവിസ്മരണീയമായ പ്രകടനമായിരുന്നു ചിത്രത്തിൽ. എന്നാൽ ആ വേഷം യഥാർത്ഥത്തിൽ നടൻ ബിജു മേനോനു വേണ്ടിയായിരുന്നുവെന്ന് സംവിധായകൻ വെളിപ്പെടുത്തി. ബിജു അമേരിക്കയിൽ നിന്നുള്ള ഒരു കൂട്ടം നിർമ്മാതാക്കളെ തിരക്കഥ ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ പദ്ധതി അപ്രതീക്ഷിത വഴിത്തിരിവിലെത്തിയതായി മേജർ രവി പറയുന്നു. താജ് ഹോട്ടലിൽ വെച്ച് നിർമ്മാതാക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ എന്നെ വിളിച്ചു. കഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം കൂടിക്കാഴ്ച ഒരു ചൂതാട്ട സെഷനായി മാറിയതായി മേജർ രവി പറയുന്നു. ഞാനും ബിജുവും അവിടെ ചെന്നു. 3-4 പേർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കട്ടിലിൽ ചീട്ട് വെച്ചിട്ടുണ്ട്. ബിജു ചെന്ന് ഒരു 10,000 കെട്ടെടുത്ത് കളിക്കാൻ തുടങ്ങി. ഞാനൊരു മൂലയിൽ നിശബ്ദനായിരുന്നു. കീർത്തിചക്രയുടെ തിരക്കഥ എന്റെ കയ്യിലുണ്ടായിരുന്നു. തിരക്കഥ പറയാൻ തുടങ്ങിയപ്പോൾ നിർമ്മാതാക്കൾ എന്ന് കരുതപ്പെടുന്നവർക്ക് സിനിമയേക്കാൾ കൂടുതൽ താല്പര്യം കാടുകയുമില്ലായിരുന്നു. അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കിയ മേജർ രവി കഥ പറയുന്നത് നിർത്തി. തിരക്കഥ പറയുന്നത് അവസാനിപ്പിച്ച മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതോടെ ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. 2 വർഷത്തിലേറെ സ്ക്രിപ്റ്റ് കയ്യിൽ സൂക്ഷിച്ചു. പിന്നീടാണ് മേജർ രവി കഥയുമായി മോഹൻലാലിനെ സമീപിക്കാൻ തീരുമാനിച്ചത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.